സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അന്തരിച്ച ഒരു ദിവസമാണ് രണ്ട് വാർത്തകൾ പുറത്തേക്ക് വന്നത്. ആ രണ്ട് വാർത്തകളിൽ ഒന്ന് 3/3 ഈ സീതാറാം യെച്ചൂരി അന്തരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയാണെങ്കിൽ, ആ ദിവസം തന്നെയാണ് PM മാഷോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം BA കോഴ്സ് ജയിക്കാതെ MAക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നൊരു വാർത്ത വന്നേക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ കാര്യം, ഇതൊരു 5 കൊല്ലത്തേക്കുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് മഹാരാജ് കോളേജിൽ അദ്ദേഹം പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ 5 കൊല്ലത്തേക്കുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൽ ഒരു തവണ അദ്ദേഹം പരീക്ഷ എഴുതാതെ തന്നെ ജയിച്ചു എന്ന് പറയുന്നൊരു വാർത്ത വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അധ്യാപകർ അദ്ദേഹത്തെ ജയിപ്പിച്ചു. അപ്പോൾ അതിന് ശേഷം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു 6ാമത്തെ സെമസ്റ്ററിൽ ഇദ്ദേഹത്തിന് പരീക്ഷ എഴുതാൻ കഴിയില്ല. കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തതിൻ്റെ കാര്യം, അദ്ദേഹത്തിന് അതിനാവശ്യമായിട്ടുള്ള അറ്റൻഡൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ PM മാഷൊക്കെ അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് ആ പരീക്ഷ എഴുതാതെ ഇരുന്നാൽ ഉറപ്പായിട്ടും അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് MA കോഴ്സിന് തത്തുല്യമായിട്ടുള്ള അടുത്ത സെമസ്റ്ററുകളിലേക്ക് ഇദ്ദേഹത്തിന് പഠിക്കാൻ കഴിയില്ല. പക്ഷെ പഠിക്കാൻ അനുവദിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന അതിനെതിരെ ക്യാമ്പയിൻ തുടങ്ങുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഏതാണ്ട് അതേ ദിവസം തന്നെ ഒരു 3/3 നമ്മുടെ എല്ലാവർക്കും തന്നെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തന്നെ പ്രിയങ്കരനായിട്ടുള്ള സീതാറാം യെച്ചൂരി അന്തരിക്കുന്നത്. ഇദ്ദേഹം ഒരു CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി എന്നുള്ള നിലക്ക് മാത്രമല്ല, അദ്ദേഹം വലിയ തോതിൽ ജനങ്ങളുടെ ഇടയ്ക്കൊക്കെ സ്വാധീനമുണ്ടായിരുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയ്ക്ക് തന്നെ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു നേതാവാണ്. നമുക്കറിയാം, ചില രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെയാണ്. ഇപ്പോൾ RSP എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും പലപ്പോഴും NK പ്രേമചന്ദ്രന് മറ്റുള്ള എല്ലാവരുടെയും ഭാഗത്തു നിന്ന് കിട്ടുന്ന ആദരവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു മികവ് കൊണ്ടാണ്, വ്യക്തിപരമായ മികവ് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM-ന് ഒക്കെ അർഹിക്കുന്നതിനേക്കാൾ വലിയൊരു ആദരവ് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ കിട്ടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന സീതാറാം യെച്ചൂരിയെ പോലുള്ള നേതാവാണ്. അദ്ദേഹം പ്രേമേന്ദ്രനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഒരു 10-20 മടങ്ങ് മുകളിൽ നിൽക്കുന്ന ഒരു നേതാവാണ് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യം പലപ്പോഴും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിനൊക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ CPM-ന്റെ ഒരു അംഗസംഖ്യ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ കുറവാണ് MP-മാരുടെ എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രാധാന്യം കിട്ടുന്നതിൻ്റെ കാരണം ഈ സീതാറാം യെച്ചൂരിയുടെയൊക്കെ പ്രസൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, CPM-ന്റെ ഒരു അപജയത്തിൻ്റെ ഘട്ടത്തിൽ, CPM ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഘട്ടത്തിൽ അദ്ദേഹമാണ് പാർട്ടിയെ നയിച്ചത്. ബംഗാളിൽ തകർന്നടിച്ചിരുന്നു, അതിനുശേഷവും ത്രിപുരയിൽ തകർന്നടിച്ചിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലും വലിയ പ്രതിസന്ധികളെ നേരിടുന്ന ഘട്ടത്തിൽ, അതായത് ആ പ്രതിസന്ധികൾ കഴിയുന്ന തൊട്ടടുത്ത ഘട്ടത്തിൽ അദ്ദേഹമാണ് 3 തവണ, കഴിഞ്ഞ തവണ അഖിലേന്ത്യാ തലത്തിൽ ഈ പറയുന്ന സീതാറാം യെച്ചൂരിയാണ് പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നിലപാട്, പിന്നീട് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത്, ആണവ കരാറുമായി ബന്ധപ്പെട്ട് CPM ഏറ്റവും ആദ്യം 1ാം UPA സർക്കാരിന് വലിയ പിന്തുണ കൊടുക്കുകയും ആ CP ഇടതുപക്ഷത്തിന് 60-ൽ പരം MP-മാരുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ തോതിൽ സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോമൺ മിനിമം പ്രോഗ്രാമൊക്കെ P ചിദംബരവും ഇദ്ദേഹവുമായി കൂടിച്ചേർന്നാണ് എഴുതിയതെന്നും ഫോം ചെയ്തതെന്നും, എല്ലാ തവണയും തന്നെ സീതാറാം യെച്ചൂരിയൊക്കെ തന്നെ ഈ പറയുന്ന അതിൻ്റെ ഒരു പോളിസി മേക്കിങ്ങിൽ ഇടപെട്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് 1ാം UPA സർക്കാർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2ാം UPA സർക്കാർ വരുമ്പോൾ ആ സർക്കാരിൻ്റെ പിന്തുണ പിൻവലിക്കുമ്പോൾ പോലും ആണവ കരാറുമായി ബന്ധപ്പെട്ട് പിന്തുണ പിൻവലിക്കുന്നതിനെ ഇദ്ദേഹം എതിർത്തിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം. പാർട്ടിയിൽ നിന്നുള്ള രഹസ്യങ്ങൾ പുറമേ ഒന്നും സമ്മതിക്കില്ലെങ്കിലും അദ്ദേഹമകത്ത് അതിനോട് വിയോജിപ്പുണ്ടായിരുന്നെന്നും, നമ്മൾ ആരോട് കൂടിച്ചേർന്നാണ് ഈ പറയുന്ന കോൺഗ്രസിനെ പരാജയപ്പെടുത്തേണ്ടത്, അത് അതിനേക്കാൾ വലിയ അപകടമാണ് എന്നുള്ളത്, BJP-യോടൊക്കെ കൂടിച്ചേരുന്നതിനെക്കുറിച്ച് അദ്ദേഹം പല പരാമർശങ്ങളും നടത്തി എന്നുള്ളതാണ് ഡൽഹിയിലെ ചില മുതിർന്ന പത്രപ്രവർത്തകർ തന്നെ നമ്മളോട് പറയുന്നൊരു കാര്യം. അപ്പോൾ അത്തരത്തിൽ ചില നിലപാടുകൾ എടുക്കുകയും ആ നിലപാടെടുത്തതിൻ്റെ ഭാഗമായി വലിയ തിരിച്ചടികൾ CPM-ന് നേരിടേണ്ടി വരികയും BJP-ക്ക് അത് വലിയ നേട്ടമുണ്ടാക്കുകയും കോൺഗ്രസിനെയും അത് ശിഥിലമാക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേൾക്കുന്നൊരു കാര്യം, നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധിയുടെ ചിന്തകളെ സ്വാധീനിക്കാൻ പോലും പ്രാപ്തിയുണ്ടായിരുന്ന, അവരുമായി പോലും നിരവധി തവണ ആശയവിനിമയം നടത്തിയിരുന്ന ഒരാളുടെ പേരാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് തീരാ നഷ്ടമാണ്. നമ്മൾ പലപ്പോഴും പല നേതാക്കന്മാരെ കുറിച്ചും ഇത് നികത്താനാവാത്ത വിടവാണ് എന്നൊക്കെ പറയാറുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഭംഗിക്ക് വേണ്ടിയല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എടുത്തു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നു എന്ന്. അദ്ദേഹം വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ തന്നെ ആന്ധ്ര ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. അതായത്
അതായത് ഒരുമിച്ചുള്ള ആന്ധ്രയും തെലുങ്കാനയുമായിട്ടൊക്കെ വിഭജിക്കുന്നതിന് മുമ്പ്, വിഭജിച്ചത് ഇപ്പോഴാണല്ലോ. അപ്പോൾ ആന്ധ്രയുടെ വലിയ സ്റ്റേറ്റിൻ്റെ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. ആ ജഡ്ജിയായിരുന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ വെച്ചാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അച്ഛനും അമ്മക്കുമൊക്കെ ഇദ്ദേഹം ഒരു ഡോക്ടറാകെ കാണണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പഠിക്കാൻ തീരുമാനിച്ചത് എക്കണോമിക്സ് ആണ്. ആ എക്കണോമിക്സ് പഠിക്കാനുള്ളൊരു കാരണങ്ങളിലൊന്ന്, അമ്മ സ്റ്റെല്ല മേരീസിൽ പഠിക്കുമ്പോൾ, അതായത് ഈ പറയുന്ന കൽപ്പകം എന്ന് പറയുന്ന സീതാറാം യെച്ചൂരിയുടെ അമ്മ സ്റ്റെല്ല മേരീസിൽ പഠിക്കുന്ന 3ാമത്തെ വർഷമാണ് ഇദ്ദേഹത്തെ ഗർഭം ധരിക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ ഗർഭത്തിൽ വെച്ച് തന്നെ ഇദ്ദേഹം എക്കണോമിക്സ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് ചില ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ എഴുതിയിട്ടുള്ള ആളുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നൊരു കാര്യം. അപ്പോൾ അദ്ദേഹത്തെ പോലൊരാൾ, വലിയ സാധ്യതകൾ മുമ്പിലുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മനോരമയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നത്, ഇത്തരത്തിൽ വലിയ കാറും വലിയ സാമ്പത്തികവും വലിയ ജീവിതവും ഒക്കെ ഉണ്ടാവേണ്ട ഒരാൾ അങ്ങനെയൊന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെടുന്നുണ്ട്. കൂടാതെ പിന്നീട് അവർ പറയുന്നൊരു കാര്യം, ഇങ്ങനെയൊന്നും ആയില്ലെങ്കിലും അവൻ്റെ സംതൃപ്തി അവൻ ഈ പറയുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമവുമില്ല എന്ന് പറഞ്ഞ് അവർ ആശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന നമ്മുടെ ഇവിടെയുള്ള നേതാക്കന്മാരൊക്കെ പലപ്പോഴും വ്യാജ ബിരുദങ്ങളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ നേടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ഒരാൾ പ്രസിഡന്റ് സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിൽ 1ാം റാങ്ക് മേടിച്ച് പാസ്സായ ഒരാളാണ്. അത് കഴിഞ്ഞ് ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കോളേജിൽ നിന്ന് BA ഓണേഴ്സ് പാസ്സായ ഒരാളാണ്. അത് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഒരാളാണ്. അന്ന് ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ അറിയേണ്ടത്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ചേർന്നപ്പോഴാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ചില അഫിലിയേഷൻസ് ഉണ്ടാകുന്നത്. അദ്ദേഹം ആദ്യമായി പ്രസംഗിക്കുന്നത് പ്രകാശ് കാരാട്ടിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന യോഗത്തിൽ, അതിനു വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആദ്യമായി പ്രസംഗിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം 3 തവണ അവിടുത്തെ സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രസിഡൻ്റൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരാൾ CPM-ൻ്റെയൊക്കെ ഒരു മുഖമായി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അതായത് അക്കാലത്തുള്ള CPM-ൻ്റെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിയൻ ഐഡിയോളജികൾക്കുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ വൈബ്രൻ്റ് ആയിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള പ്രകാശ് കാരാട്ടിനെയും സീതാറാം യെച്ചൂരിയൊക്കെ പോലെയുള്ള യങ് ബ്രില്യൻ്റ് ആയിട്ടുള്ള മൈൻഡ്സ് ഉള്ള ആളുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ അറിയണം. ഇപ്പോൾ ഉള്ള CPM-ന് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ സ്വാധീനിക്കാൻ പോയിട്ട് അവരെയൊക്കെ ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലൊരാൾ അങ്ങനെ ആകൃഷ്ടനായി CPM-ലേക്ക് വരികയും 34ാമത്തെ വയസ്സിൽ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമാവുകയും അടുത്ത വർഷങ്ങളിൽ തന്നെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും പിന്നീട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. സെക്രട്ടറിയായിട്ടൊക്കെ എത്തുമ്പോൾ, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ചെന്ന് EMS-നോട് ചോദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാനിതിന് യോഗ്യനാണോ, ഇതിനുള്ള പക്വത എനിക്കുണ്ടോ എന്ന് ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് TN ഗോപകുമാറിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്, EMS തിരിച്ചു പറഞ്ഞ മറുപടി, ഇത് പാർട്ടി തീരുമാനമാണ്, അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകണമെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഇൻ്റലക്ച്വലായ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ, ഒരുപക്ഷെ ഫിഡൽ കാസ്ട്രോയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട പേരെടുത്തറിയാൻ കഴിയുന്ന ഒരാൾ, ലോകത്തുള്ള മറ്റ് സോഷ്യലിസ്റ്റ് ചേരികളിലെ നേതാക്കന്മാരുമായിട്ടെല്ലാം നിരന്തരമായി കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ, നേപ്പാളിൽ ഉണ്ടായിട്ടുള്ള മാവോയിസ്റ്റുകളുടെ കീഴടങ്ങലുകൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിച്ച ഒരാൾ, ഇത്തരത്തിൽ വലിയ തോതിൽ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഒരാളാണ് എന്നുള്ളത് മാത്രമല്ല, ഇതോടൊപ്പം തന്നെ വളരെ എളിമയുള്ള ഒരു ജീവിതം നയിക്കുകയും വളരെ ആലസ്യത്തോടുകൂടി വളരെ കാഷ്വലായി പെരുമാറുകയും തമാശകൾ പറയുകയും, ഒരു യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മുടെ തോമസ് ഐസക്ക് പറഞ്ഞ പോലെ ഒരു മസിൽ പിടുത്തമില്ലാത്തൊരു നേതാവായി, വളരെ കാഷ്വലായിട്ടുള്ള ഒരു നേതാവായി കണ്ട നേതാവാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത്. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇനി CPM-ലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വരുമോ? ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ പറയുന്നത് കേട്ടാൽ ഒന്നില്ലെങ്കിൽ IAS കാരനോ IFS കാരനോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹപ്രകാരം ഒരു ഡോക്ടറോ എങ്കിലും ആകേണ്ട ഒരാൾ, വലിയ കാറും വലിയ സാമ്പത്തികമായ വലിയ ജീവിതം വേണ്ട ഒരാൾ, അതായത് ഇമ്മൻസ്ലി ആ സമയത്ത് റിച്ചായിരുന്ന ഒരാൾ, അത്തരത്തിലുള്ള ഒരാൾ അതെല്ലാം ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജികളിൽ താല്പര്യം പ്രകടിപ്പിച്ച് അദ്ദേഹം വന്നു ചേരുന്നു എന്ന് പറയുന്ന ഒരാൾ. ഇതിനേക്കാളെല്ലാം ഉപരി ഈ കാലഘട്ടത്തിൽ അദ്ദേഹം കുറേ കാലം കൂടി ജീവിച്ചിരിക്കേണ്ടത് ഒരു ജനതയുടെ കൂടി ആവശ്യമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം പലപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വങ്ങളിലൂടെ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു ഐഡിയോളജി ഫോം ചെയ്യുന്നതിലും രാഹുലിൻ്റെ ചിന്തകളെ പരിമപ്പെടുത്തുന്നതിലും ഈവൻ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയെ രൂപപ്പെടുത്തുന്നതിലും ഒരു BJP-യോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളുടെ ഒരു എക്സ്ട്രീമായിട്ടുള്ള പാതകളിലേക്ക് അവർ പോകുന്നതിനെ പോലും തിരുത്തിക്കാൻ കഴിഞ്ഞ
ഒരു വലിയ നേതാവിൻ്റെ പേര് കൂടിയാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത്. കേരളത്തിലെ ആളുകൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമെന്ന് പറയുന്നത് പലപ്പോഴും അദ്ദേഹം VS അച്യുതാനന്ദനോടൊപ്പം നിന്നിരുന്ന ഒരാളാണ് എന്നുള്ളതാണ്. ആ VS അച്യുതാനന്ദൻ പാർട്ടി വിട്ട് പോകാതിരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണക്കാർ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയുമൊക്കെ ആണെങ്കിൽ പാർട്ടി വിട്ടുപോകാതെ അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തിയ ഒരാൾ എന്ന് പറയുന്നത് സീതാറാം യെച്ചൂരി കൂടിയായിരിക്കും. പക്ഷെ അവിടെ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം VS അച്യുതാനന്ദനെ പുറത്താക്കണമെന്ന് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പുറത്താക്കണമെന്ന് നിലപാടുകൾ എടുത്തപ്പോൾ ആ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ നിലപാടുകൾ എടുക്കുകയും VSനെ കൂടെ നിർത്തണം എന്ന് പറയുകയൊക്കെ ചെയ്ത ഒരാളുടെ പേരാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത്. സത്യത്തിൽ യെച്ചൂരി VSനോടുള്ള സ്നേഹം കൊണ്ടത് ചെയ്തതാണെങ്കിൽ പോലും കേരളത്തിന് വലിയ നഷ്ടമായി പോയി എന്ന് ഞാൻ പറയും. യഥാർത്ഥത്തിൽ അന്ന് VS അച്യുതാനന്ദനെ പുറത്താക്കുകയും VS അച്യുതാനന്ദൻ ഒരു പാർട്ടി രൂപീകരിക്കുകയും അല്ലെങ്കിൽ RMP പോലൊരു പാർട്ടിയിലേക്ക് ചെന്ന് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും ഇന്നൊരു പക്ഷേ ഉള്ള CPMൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു ബദൽ ഇവിടെ വലിയ തോതിൽ അന്ന് തന്നെ സൃഷ്ടിക്കപ്പെട്ടേനെ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു കാര്യത്തിന് അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിലും VSനോടുള്ള സ്നേഹം കൊണ്ടും പാർട്ടിയോടുള്ള ലോയൽറ്റി കൊണ്ടും ഒക്കെ അദ്ദേഹത്തെ കൂടെ നിർത്താൻ സീതാറാം യെച്ചൂരി തീരുമാനിച്ചതിൻ്റെ ആ തീരുമാനത്തിൻ്റെ പ്രതിഫലനം കൂടി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് കൂടിയാണ് പിന്നീട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായത്. അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ വിശകലനം ചെയ്യുന്നില്ല. ഏറ്റവും ഒടുവിൽ MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേൽക്കുമ്പോൾ പോലും നിങ്ങൾ ചെന്ന് VS അച്യുതാനന്ദനെ കാണണമെന്നും അദ്ദേഹത്തിൻ്റെ ആശീർവാദം വാങ്ങണമെന്നും ഉപദേശിച്ച ഒരാളുടെ പേരാണ് സീതാറാം യെച്ചൂരി. അത്തരത്തിലുള്ള ഒരു ഹൈലി ഇൻ്റലക്ച്വലായിട്ടുള്ള ആളുകളോട് വളരെ സമഭാവത്തിൽ പെരുമാറാൻ കഴിയുന്ന, വളരെ കർണാടക സംഗീതത്തെ ഇഷ്ടപ്പെട്ടിരുന്ന, വളരെ നിസ്സാരമായി വളരെ സില്ലിയായി കാഷ്വലായി ഒരു ജീവിതത്തെ കണ്ടിരുന്ന നേതാക്കന്മാർ ഇനി CPMന് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ അത്തരത്തിലുള്ള പുതിയ തലമുറകൾ പാർട്ടികളിലേക്ക് ആകർഷിക്കപ്പെടുന്നവർ പോലും വളരെ കുറവാണ്. അതുകൊണ്ട് വിട പ്രിയ സഖാവ് എന്ന് പറയുന്ന സീതാറാം യെച്ചൂരിക്ക്. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വളരെ ചെറുപ്പത്തിൽ ഇദ്ദേഹം പൊളിറ്റ് ബ്യൂറോയിലേക്ക് വരികയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത് കേട്ടിട്ട് നമ്മൾ ആവേശഭരിതനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ CPMൻ്റെ ഒരു അപജയങ്ങളുടെ ഏറ്റവും താഴേക്കിടെയുള്ള കാലഘട്ടത്തിൽ പോലും CPMൻ്റെ പ്രസക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിച്ച ഒരാൾ കൂടിയാണ്. യഥാർത്ഥത്തിൽ ഇത് CPMന് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു സംഘപരിവാർ വിരുദ്ധ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചേരിക്ക് കിട്ടുന്ന ഒരു വലിയ നഷ്ടം കൂടിയാണ്. ഏറ്റവും ഒടുവിൽ പോലും ഇന്ത്യ അലയൻസിൻ്റെ രൂപീകരണത്തിനും ഇദ്ദേഹം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു. ഒരുപക്ഷെ നിതീഷ് കുമാറും അതുപോലെ ചന്ദ്രബാബു നായിഡുവിനെയും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കൂടി പ്രാപ്തനായ ഒരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു നേതാവിനെയാണ് നഷ്ടമാകുന്നത്. അതുകൊണ്ട് ഇത് CPMൻ്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെയും അത് വലിയ നഷ്ടം കൂടിയാണ്. അല്ലെങ്കിൽ ഇന്ത്യ അലയൻസിൻ്റെയും കൂടി വലിയ നഷ്ടമാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന നേതാവിൻ്റെ അകാല നിര്യാണം എന്ന് പറയുന്നത്.